ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ആറ്റുകാൽ പൊങ്കാലയൊക്കെ വരികയല്ലേ. അപ്പോൾ ഫെബ്രുവരി 25-ാം തീയതിയാണ് ആറ്റുകാൽ പൊങ്കാല. അപ്പോൾ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും, അതായത് പൊങ്കാലയ്ക്ക് എങ്ങനെ വ്രതം എടുക്കണമെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നമ്മൾ പൊങ്കാല ഇടാൻ ഉദ്ദേശിക്കുന്നവർ കഴിവതും ഒരു 7 ദിവസം മുന്നേ വ്രതം ആരംഭിക്കുന്നത് ഉത്തമമായിരിക്കും. അതായത് പ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് സ്നാനമൊക്കെ ചെയ്ത് ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് ദീപമൊക്കെ തെളിയിച്ച് ദേവിയോട് നല്ല രീതിയിൽ, അതായത് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ എന്ന ദേവിയുടെ മന്ത്രങ്ങളൊക്കെ ജപിക്കും. അങ്ങനെ നമുക്കറിയാവുന്ന മന്ത്രങ്ങളൊക്കെ ദേവിയുടെ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അങ്ങനെ നമുക്കറിയാവുന്ന മന്ത്രങ്ങളൊക്കെ ജപിക്കുക. ജപിച്ചതിന് ശേഷം ആ ദിവസങ്ങളിൽ കഴിവതും മത്സ്യമാംസാദികളെല്ലാം ഉപേക്ഷിക്കണം. കഴിവതുമെന്നല്ല, മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക. കഴിവതും ഒരു നേരം അരിയാഹാരം കഴിക്കാൻ നോക്കുക. പിന്നെ നമ്മൾ പൊങ്കാല ഇടുന്നതിൻ്റെ തലേ ദിവസം ഒരിക്കലും എടുക്കുക. അതായത് അരിയാഹാരം പൂർണ്ണമായിട്ടും വർദ്ധിച്ച് പിറ്റേ ദിവസം പൊങ്കാല ഇടാൻ നോക്കുക. നമുക്ക് ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകുന്നതാണ്. അതുപോലെ നമ്മൾ പൊങ്കാല ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ അടുത്ത ബന്ധുക്കൾ, രക്തബന്ധത്തിൽ ഉള്ള ബന്ധുക്കൾ, അങ്ങനെയുള്ളവരുടെ മരണം, അതുപോലെ രക്തബന്ധത്തിൽ നമുക്ക് ഏതെങ്കിലും ജനനം, നമ്മുടെ കുടുംബത്തിൽ തന്നെ ജനനം നടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ ഒക്കെ നമുക്ക് പുലവാലെന്ന് അത് ഉണ്ടാകുന്നു. അപ്പോൾ ആ സമയങ്ങളിൽ അങ്ങനെയൊക്കെ ഉള്ളവർ പൊങ്കാലയിടാനൊന്നും ശ്രമിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ പീരീഡ്സ് ടൈമിൽ മാസക്കുള്ളിയൊക്കെ വരുന്നു, അത് കഴിഞ്ഞ് 9 ദിവസം കഴിഞ്ഞതിന് ശേഷമേ പൊങ്കാല ഇടാവൂ. കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരമൊക്കെ നല്ല ശുദ്ധിയായതിനു ശേഷം മാത്രമേ പൊങ്കാല ഇടാൻ പാടുള്ളൂ. പിന്നെ അതുകൂടാതെ നമ്മൾ കഴിവതും ദേവിയുടെ അടുത്ത് തലേ ദിവസം തന്നെ വരാൻ നോക്കുക. അതായത് ആറ്റുകാൽ അമ്പലത്തിൽ തലേ ദിവസം തന്നെ വന്ന് ദേവിയെ കണ്ട് ദർശനം നടത്തി നമ്മൾ ദേവിയോട് അപേക്ഷിക്കുക. അമ്മയുടെ എനിക്ക് പൊങ്കാല ഇടാനുള്ള അനുവാദം തരണമെന്ന് അപേക്ഷിച്ചതിന് ശേഷം മാത്രം പൊങ്കാല ഇടാൻ നോക്കുക. പിന്നെ കഴിവതും ദേവിക്ക് ശർക്കര പായസമാണ് ഏറ്റവും ഇഷ്ടം. ശർക്കര പായസം തന്നെ വയ്ക്കുക. അതോടൊപ്പം മണ്ടപ്പുറ്റ്, അതായത് മണ്ടപ്പുറ്റ് നടത്തുന്നതെന്ന് വെച്ചാൽ നമുക്ക് വിട്ടുമാറാത്ത തലവേദന, അതുപോലെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ ഏറ്റവും ഉത്തമമായിരിക്കും മണ്ടപ്പുറ്റ് വഴിപാട് നടത്തുന്നത്. അതുപോലെ നമ്മുടെ മക്കളുടെയും ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ ഐശ്വര്യത്തിനായിട്ട് ദേവിയെ മനസ്സിൽ പ്രാർത്ഥിച്ച് വേണം പൊങ്കാല ഇടാൻ. കഴിവതും മൺപാത്രത്തിൽ പൊങ്കാല ഇടാൻ ശ്രമിക്കണം. പിന്നെ യൂസ് ചെയ്ത പാത്രങ്ങളൊന്നും ഉപയോഗിക്കില്ല. അതായത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പാത്രങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. കൊണ്ടുപോകാനും, അതായത് പൊങ്കാല കലമായിട്ട് പുതിയ മൺകലം തന്നെ മേടിക്കണം. അടുപ്പ് കല്ല് വയ്ക്കുമ്പോൾ തന്നെ ദേവിയെ പ്രാർത്ഥിക്കണം. അതുപോലെ ഗണപതിക്ക് പ്രത്യേക ഒരുക്ക് നമ്മൾ മേടിച്ചുകൊണ്ട് പോകണം. അതെല്ലാം നമുക്ക് കുറേ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. അതുപോലെ തന്നെ പൊങ്കാല ഇടുന്ന സമയത്ത് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ എന്നുള്ള മന്ത്രം എപ്പോഴും ഉരുവിടുക. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു.